Professional gadgetsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ് സണ്ണി. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മുടെ വയേർഡ് ഇയർഫോൺ കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ നെക്ലെസ് ഇയർഫോൺ കഴിഞ്ഞു, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ എയർപോഡ്സിൻ്റെ കാലമാണ്. അപ്പം എയർപോഡ്സ് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ആപ്പിൾ ഇയർപോഡ്സ് ഉണ്ട്, നമ്മുടെ സാംസങ് ഗാലക്സി ബഡ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ട്രൂലി വയർലെസ് ഇയർഫോണാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ഒരു എക്സ്പെൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രീമിയം ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ച്, ഇപ്പോൾ ഒരു 2000 റുപ്പീസിൻ്റെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു എയർപോഡ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ എയർഡോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയർപോഡ്സിൻ്റെ അൺബോക്സിംഗ് ആണ് അപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്. അൺബോക്സിങ്ങും ഒരു റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ എയർപോഡ്സിൻ്റെ ബോക്സാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാം, നമ്മുടെ എയർഡോപ്സ് ട്വിൻ വയർലെസ് ഇയർബഡ്സ് നേടിയിട്ടുണ്ട്, ബോട്ട്. പിന്നെ നമുക്കിവിടെ IWP ടെക്നോളജി എന്നൊക്കെ കാണാം. ഇതിൻ്റെ നമ്മുടെ ബാറ്ററിയുടെ കാര്യങ്ങളെല്ലാം കാണാം. നമുക്കിവിടെ 500 mAh ക്യാരിയ കേസ്. അപ്പോൾ ഈ കേസിനകത്ത് 500 mAh വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഇയർബഡ്സ് 5 hours ബാറ്ററിയും KC 25 hours ചാർജും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രൈസ് കാണാം. ഇവിടെ ഇതിനൊരു 6000 റുപ്പീസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, 6000 റുപ്പീസ്. അപ്പം നമുക്കിതൊരു ഓഫറിനൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. ഒരു 3000 to 2000 റുപ്പീസ് നമുക്ക് കിട്ടാം. അപ്പം നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്കിവിടെ ആദ്യം തന്നെ നമ്മുടെ ബഡ്സിൻ്റെ ആ കേസാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കിത് ഇവിടേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇയർബഡ്സിൻ്റെ ആ ബഡാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സൈസ് അനുസരിച്ച് ഇവിടെ വലിയ സൈസും സ്മോൾ സൈസും ഒക്കെ ഉള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ടൈപ്പ് C പോർട്ടാണെന്ന് തോന്നുന്നു, നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ടൈപ്പ് C പോർട്ടാണ് വരുന്നത്. ആ പഴയ അതൊന്നും അല്ല വരുന്നത്, മൈക്രോ ഇതല്ല വരുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വാറണ്ടി കാർഡൊക്കെ കാണാം. ബോട്ടിൻ്റെ വാറണ്ടി കാർഡ്, 1 year വാറണ്ടി ഉണ്ട്. പിന്നെ ഒരുപാട് കാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ തിരിച്ചു വെക്കാം. നമുക്കിതെല്ലാം മാറ്റാം. ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഇയർപോഡ്സിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമുക്കിവിടെ ഇയർപോഡ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഗാലക്സി ബഡ്സിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് ഇത് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലും. പിന്നെ ഇവിടെ നമുക്കിവിടെ ടൈപ്പ് C പോർട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ടൈപ്പ് C പോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈനാണ് നമ്മുടെ ഇയർബഡ്സിൻ്റെ. നമ്മുടെ ഗാലക്സി ബഡ്സ് പോലെ തന്നെ ഒരു ഐഡൻറ്റിക്കൽ ഷേപ്പാണ് വരുന്നത്. ഇതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനാണ്. നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഡിവൈസ് ചെയ്ത് പെയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫോൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് പെയർ ആവാൻ നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇതിന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാനിത് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ ഈ എയർപോഡ്സ് നമ്മുടെ ചെവിയിൽ കംഫർട്ടബിൾ ആണോ, നമ്മുടെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് എങ്ങനെയാണ്, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നമ്മുടെ എയർപോഡ്സ് എടുക്കുകയാണ്. അത് നമ്മുടെ ചെവിയിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ സാംസങ് ഗാലക്സി ബഡ്സ് യൂസ് ചെയ്തവരാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഒരു മ്യൂസിക് നമുക്ക് ഇന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ബോട്ടിൻ്റെ ഡിവൈസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൻ്റെ ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ബോട്ടിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ള ബാറ്ററി ലൈഫ് ഒന്നുമല്ല, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്കൊരു പ്രശ്നമായിരുന്നു വേറെ ഒരു ഇയർഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ നോക്കിയപ്പോൾ നമ്മുടെ ഒരു പ്രീമിയം ലെവലൊരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്.
നല്ലൊരു സൗണ്ട് ക്വാളിറ്റി. അപ്പം ഇതിൻ്റെ നമ്മുടെ ചെവി വെച്ചിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിളാണ്. നമ്മൾ ബഡ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ബഡ്സുമായിട്ട് വ്യത്യാസമുള്ള എന്താണെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഇത് ചെവിയിൽ നിന്ന് ഇത് ഷെയ്ക്ക് ആവത്തില്ല എന്തായാലും. എങ്ങനെ വീണാലും ഞാനിപ്പോൾ ബഡ്സൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചെവിയിൽ നിന്ന് പോകാറുണ്ട്. പക്ഷേ ഇത് എങ്ങനെ വന്നാലും നല്ല ഇതായിട്ട് നിൽക്കും. പിന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസൊക്കെ അക്യുറേറ്റ് ആണ്. നമ്മൾ ഇപ്പോൾ പാട്ട് പോസായി, പാട്ട് പ്ലേ ആയി. അപ്പോൾ നമുക്കിങ്ങനെ നെക്കി വെക്കുവാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ എയർപോഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം 6000 rupees ആണെന്നാണ് എൻ്റെ MRP ഇരിക്കുന്നത്. പക്ഷേ നമുക്കൊരു 3000 അപ്പം നമുക്കൊരു 3000 rupeesനൊക്കെയാണ് നമ്മൾ ഒരു സാധാ ആമസോണിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഇനി വരുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനൊരു 2000 rupeesന് ഇത് വാങ്ങാവുന്നതാണ് ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഒരു എയർപോഡ്സ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷുവറായിട്ട് അവർക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു എയർപോഡാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും.